ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കിയതുപോലെ നമ്മുടെ പ്രാർത്ഥന വളരെ വേഗത്തിൽ ഒരു ആചാരമായി മാറാം. നമ്മുടെ പ്രാർത്ഥന ഒരു മതത്തിൻ്റെ ഒരു ഭാഗമായി തീരാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒന്നാമതായി പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, പ്രാർത്ഥനയുടെ പ്രാധാന്യം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. കർത്താവ് അനന്യാസിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. ഇത് ദൈവം പറയുന്ന വാക്കുകളാണ്. അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ ദൈവം കണ്ട ഒരു കാഴ്ച ദൈവം സന്തോഷത്തോടെ വേറൊരാളോട് പറയുകയാണ്. എന്താണ്? അവൻ പ്രാർത്ഥിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നമ്മെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാനും ഇങ്ങനൊരു കാഴ്ച വേറൊരാളോട് പറയാനും വരാറുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, എന്നാൽ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, എന്നാൽ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥന നിർത്തിയാൽ മതി. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന കുറയുമ്പോൾ, സഭയിലെ പ്രാർത്ഥന കുറയുമ്പോൾ, അതിലേക്ക് മറ്റ് വേണ്ടാധീനങ്ങളൊക്കെ, അനാവശ്യങ്ങളൊക്കെ, ചവറുകളൊക്കെ കയറി വന്നിട്ട് ദൈവത്തിൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയും കച്ചവട സ്ഥലവുമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മിനിസ്ട്രിയിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ വളരെ പ്രാർത്ഥന നിരതരായിരുന്നു. പ്രാർത്ഥനയുടെ ഗൗരവം നമുക്കറിയാമായിരുന്നു. എന്നാൽ പതുക്കെ മുന്നോട്ട് പോയപ്പോൾ മിനിസ്ട്രിയുടെ തിരക്കും മറ്റ് ചുമതലകളൊക്കെ വന്നു കയറി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത വലിയ അപകടം പലരുടെയും ജീവിതത്തിലുണ്ടാകും. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത വിധത്തിൽ, ബൈബിൾ വായിക്കാൻ സമയമില്ലാത്ത വിധത്തിൽ ദൈവം ആർക്കും ഒരു മിനിസ്ട്രി തരുന്നില്ല. അത് ദൈവത്തിൽ നിന്നുള്ള മിനിസ്ട്രിയേ അല്ല. അതൊക്കെ ജഡത്തിൻ്റെ ഇച്ഛകളിൽ നിന്ന് ഉരുവാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. കാര്യം, ദൈവം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ എങ്ങനെയാണ് ദൈവം പ്രാർത്ഥനയെ മാറ്റത്തക്ക വിധത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നത്? ഇവിടെ ശൗലിനെക്കുറിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് അനന്യാസിനോട് പറയുകയാണ്, നീ അവൻ്റെ വീട്ടിൽ പോകണം, അവൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നാം വളരെ ഗൗരവമായ ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ടുള്ള പ്രയർ അല്ല, അതും ആവശ്യമാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു ദൈവദാസൻ തൻ്റെ മകന് കൊടുത്തൊരു ഉപദേശമാണ്. ആ മകനും ദൈവവേലയ്ക്ക് ഇറങ്ങി കൊടുത്ത ഉപദേശമാണ്, നീ ഒരു പ്രസംഗക്കുറിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രസംഗക്കുറിപ്പിൽ നിൻ്റെ കണ്ണുനീര് വീണ് നനയുന്നില്ലെങ്കിൽ അത് പ്രയോജനമില്ലാത്ത പ്രസംഗക്കുറിപ്പാണ്. നീ ഉണ്ടാക്കിയ പ്രസംഗക്കുറിപ്പിൽ നിൻ്റെ കണ്ണുനീര് വീണ് നനയണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വചനധ്യാനം, ഇതൊക്കെ നമ്മുടെ ശുശ്രൂഷയെ വളരെയധികം അത് ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. എന്താണ് പ്രാർത്ഥന? പലപ്പോഴും പ്രാർത്ഥനയുടെ വിഷയത്തിൽ നാം വളരുന്നില്ല. പ്രാർത്ഥനയുടെ സമയത്തിൽ വളരുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്ന സബ്ജക്റ്റിൽ വളരുന്നുണ്ടായിരിക്കാം, എന്നാൽ പ്രാർത്ഥനയിൽ നാം വളരുന്നില്ല. നാം കുഞ്ഞായിരുന്ന സമയത്ത് എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, യേശുപ്പച്ചനോട് ചോറും കറിയും തരണേ, എൻ്റെ പപ്പയെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നതാണ് പ്രാർത്ഥന എന്ന് ചെറിയ പ്രായത്തിൽ പറഞ്ഞു. ഇപ്പോഴും വളരെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പക്വതയുള്ളവരായി തീർന്നപ്പോഴും ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയം അതുതന്നെയാണ്. പിന്നെ ചോറും കറിയും മാറി, സബ്ജക്റ്റ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളും ആ കൂട്ടത്തിൽ ആത്മീയമായ കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ അതുണ്ടെങ്കിലും പ്രാർത്ഥനയിലെ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്നിട്ട് ദൈവവുമായിട്ടുള്ള ഒരു സംസർഗമാണ്. അതാണ് പ്രാർത്ഥന. അതാണ് ഞാനൊരു ക്ലാസ്സിൽ ചോദിച്ചു, ഒരു സബ്ജക്റ്റുമില്ലാതെ, ഒരു വിഷയവുമില്ലാതെ നിങ്ങൾക്ക് കുറച്ച് നേരം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റുമോ? നമുക്കത് ചിന്തിക്കാൻ പോലും വയ്യ. ഈ 40 ദിവസം മോശ ദൈവത്തോടുകൂടെ പർവ്വതത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ 24 മണിക്കൂർ മോശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 40 × 24 അങ്ങനെയല്ല. അവിടെ അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള സാന്നിധ്യമാണ്. ദൈവം പറഞ്ഞു,
40 ദിവസത്തിൽ 24 മണിക്കൂറും ആകണമെന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ എപ്പോഴും പറയണമെന്നില്ല. ഒരിക്കൽ ഒരു ദിവസം പറഞ്ഞ് ഇങ്ങനെയാണ്, അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് 2 ലവേഴ്സ് അവർ അവിടെയുള്ളൊരു പാർക്കിൽ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഇവർ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. തിരിച്ചു വന്നപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. സംസാരിക്കാൻ എപ്പോഴും വാക്കുകൾ വേണമെന്നില്ല. വാക്ക് കൂടുന്നത് തന്നെ ബന്ധക്കുറവിൻ്റെ തെളിവാണ്. വാക്ക് കൂടുന്നത്, ആരോ പറഞ്ഞു, എന്തുകൊണ്ടാണ് കോപം വരുമ്പോൾ ശബ്ദമുയർത്തുന്നത്, അല്ലെങ്കിൽ വഴക്കുണ്ടാകുമ്പോൾ ശബ്ദമുയരുന്നത്? വഴക്കുണ്ടാകുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ അകലും, അപ്പോൾ ഒച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ. സ്നേഹമുള്ളപ്പോൾ ഹൃദയം തമ്മിൽ അടുത്തിരിക്കും, പതുക്കെ പറഞ്ഞാലും കേൾക്കും. വഴക്കുണ്ടാക്കുമ്പോൾ ഹൃദയം തമ്മിൽ അകലും, പിന്നെ ഒച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കൂ. സത്യമാണ്. ദൈവവുമായിട്ട് അടുത്തൊരു ബന്ധത്തിലിരിക്കുമ്പോൾ ഒരുപാട് പറയണമെന്നില്ല. അതിന് നല്ലൊരു വാക്കാണ് ഹൃദയത്തെ പകരുകയാത്രേ ഞാൻ ചെയ്തത്. ശമൂവേലിൻ്റെ അമ്മ പറഞ്ഞ വാക്കാണ്, ഞാൻ ഹൃദയത്തെ പകരുകയത്രേ ചെയ്തത്. അത് കേട്ട അന്നത്തെ പാസ്റ്ററിന് തോന്നി അവൾ മദ്യപിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിയായൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചൊരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് രസമായി തോന്നണമെന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകണമെന്നും ഇല്ല. പഴയ കാലത്ത് മൊബൈൽ ഫോണും ടെലഫോണും അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതിരുന്ന സമയത്ത് വിദേശങ്ങളിൽ പോകുന്ന ഭർത്താവ് 2-3 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോയി. പിന്നെ ഈ ഭാര്യയുടെ ഈ ഭർത്താവുമായിട്ടുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് മാസത്തിലോ ഒക്കെ വരുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ ഈ ലെറ്റർ 1 പ്രാവശ്യം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു, 3 പ്രാവശ്യം വായിച്ചു. അപ്പോൾ ഈ വായന കണ്ടിട്ട് ഒരു ദിവസം നമ്മൾ തട്ടിപ്പറിച്ച് നമ്മൾ വായിച്ചപ്പോൾ നമുക്കൊന്നും തോന്നില്ല. ആ പെൺകുട്ടിക്ക്, ആ സ്ത്രീക്ക് അവളുടെ ഭർത്താവിൻ്റെ കത്തായതുകൊണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട്, അതിലൊരുപാട് കേൾക്കാനും കാണാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അയാൾ ഭർത്താവല്ലാത്തത് കൊണ്ട്, അയാളുമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്തത് കൊണ്ട് നമുക്ക് വായിച്ചിട്ട് ഒരു വൈകാരികതയും തോന്നുന്നില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയപരമായൊരു ബന്ധമാണ്. കുറേ വാചകങ്ങൾ പറയുന്നത് മാത്രമല്ല. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നാം പറയുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു. പിന്നെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അവർ ചിന്തിക്കുന്നത് അങ്ങനെ കുറേ വാക്കുകൾ ആവർത്തിച്ചാൽ കർത്താവേ തരണേ, കർത്താവേ തരണേ, കർത്താവേ തരണേ, കർത്താവേ തരണേ, അങ്ങനെ പറയുമ്പോൾ കർത്താവ് ശോ എന്ന് പറഞ്ഞിട്ട് നൽകുമെന്നാണ് അവർ ചിന്തിക്കുക. കർത്താവ് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. ഇത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ഇനി വാക്കുകൾ കൂടിയാൽ പോലും അത് ഹൃദയത്തിൻ്റെ ഭാഷയായിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇങ്ങനെ ജൽപ്പനം ചെയ്യുന്ന കുറേ കാര്യങ്ങളല്ല, കുറേ ആചാരത്തിൻ്റെ ഭാഗമല്ല. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അതെപ്പോഴും ഓർക്കുക. അതുകൊണ്ട് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര സ്പീഡിൽ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ, അവൻ്റെ കത്തോലിക്ക വിശ്വാസിയാണ്, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ ചൊല്ലിയില്ലെങ്കിൽ തെറ്റിപ്പോകുന്നു. നമ്മളൊന്ന് പതുക്കെ പ്രാർത്ഥിച്ച് നോക്കിയേ. ശബ്ദത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, സ്പീഡ് നമുക്ക് തെറ്റും. കാര്യം നമുക്ക് ആ ഒരു താളമോ ഈണമൊക്കെ ഉണ്ട്. അത് സ്പീഡിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ വിക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് എന്താ പ്രശ്നം? നമുക്ക് വാക്ക് കിട്ടാതെ വിക്കിയാൽ ദൈവത്തിന് എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? കേൾവിക്കാർക്ക് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കേൾവിക്കാരാണ്. അങ്ങനെ ഒരു ശീലമുള്ളത് കൊണ്ട് രഹസ്യ പ്രാർത്ഥനയിലും നമ്മൾ അത് തന്നെ ആവർത്തിക്കുക. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുന്ന സമയം, ആ സമയത്ത് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ബിജു വാ നമുക്കിത് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പോയി. ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു കൺവെൻഷനെ ലീഡ് ചെയ്യുന്ന പോലെ ലീഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് സങ്കടം തോന്നി. കർത്താവേ, ഞാൻ ചതിക്കപ്പെട്ടല്ലോ, ഇനി ഞാനെങ്ങനെ പ്രാർത്ഥിക്കുക? ആ പ്രാർത്ഥനയുടെ ഇൻട്രൊഡക്ഷനും ആകെ ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ സൗഹൃദ സംഭാഷണം പോലെ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് പക്ഷെ അതറിയത്തില്ല. 2 പേരാണെങ്കിലും നാം ഇന്ന് കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അത് നശിപ്പിച്ചു. അത് ചെയ്യരുത്. അതൊക്കെ നമ്മുടെ ശീലങ്ങളുടെ ഭാഗമാണ്. അത് നമ്മെ നശിപ്പിക്കും. അത് വേണ്ട. ഇതൊരു ഹൃദയത്തിൻ്റെ ഭാഷയാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവല്ലേ, നമ്മുടെ സ്നേഹിതനല്ലേ, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവനല്ലേ, നമ്മോട് കരുണ കാണിക്കുന്നവനല്ലേ, നമുക്ക് രക്ഷ തന്നവനല്ലേ. അതുകൊണ്ട് ആ ദൈവത്തോട് ആ ഒരു ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക.
എന്താണ് പ്രാർത്ഥന എന്നതിനെക്കുറിച്ച് വിശദമായൊരു പഠനത്തിന് സമയമില്ല, എങ്കിൽ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രാർത്ഥനയെക്കുറിച്ചുള്ളൊരു സെമിനാറല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഓർഡറായിട്ട് പഠിക്കാമായിരുന്നു. ഇതൊരു 1 മണിക്കൂറുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എന്തായിരിക്കണം പ്രാർത്ഥന, അല്ലെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇനി അഥവാ വിചാരമുണ്ടായാൽ തന്നെ ആ വിചാരത്തെ ദൈവത്തിൻ്റെ മുൻപിൽ അർപ്പിക്കണം. എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്? സ്തോത്രത്തോടുകൂടി അർപ്പിക്കണം. ഈ സ്തോത്രത്തോടുകൂടി അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, യേശുവേ സ്തോത്രം, ഇന്ന് എനിക്ക് സ്തോത്രം, ഒരാവശ്യമുണ്ട് സ്തോത്രം, അങ്ങനെയല്ല. നമുക്കറിയാം, സ്തോത്രം എന്ന വാക്ക് നാവിൽ നിന്നാണ് പുറത്തു വരുന്നതെങ്കിലും സ്തോത്രം എന്ന വാക്കിൻ്റെ റൂട്ട് ഹൃദയമാണ്. നാവിൽ സ്തോത്രം പറഞ്ഞാലും ഹൃദയത്തിൽ എനിക്ക് സ്തോത്രം ഉണ്ടാകണമെന്നില്ല. സ്തോത്രം എന്ന വാക്ക് നന്ദി പറയുകയാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുകയാണ്. അപ്പോൾ ദൈവം എനിക്ക് ഉപകാരം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കണം. എന്താണ് ആരാധന? എൻ്റെ പുറത്തുള്ള പ്രകടനം മാത്രമല്ല, എൻ്റെ ബോധ്യങ്ങളാണ്. അതുപോലെ ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യൂ എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് സ്തോത്രം ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല സ്തോത്രം, ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യൂ. അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ടത്. അല്ലാതെ ഇസ്രായേൽ മക്കളെ പോലെ, ഇസ്രായേൽ മക്കൾ വെള്ളം ചോദിച്ചത് എങ്ങനെയാണ്? ഇസ്രായേൽ മക്കൾ ഭക്ഷണം ചോദിച്ചത് എങ്ങനെയാണ്? സ്തോത്രത്തോടു കൂടെയാണോ? അല്ല, അവർ പിറുപിറുപ്പോടുകൂടെയാണ് ചോദിച്ചത്. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ജനങ്ങളാണ് എന്ന് ദൈവം പറയുന്നു. അവർ കഠിന ഹൃദയമുള്ളവരാണ് ദൈവം പറയുന്നു. അവരെപ്പോഴും ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ദാസന്മാരെക്കുറിച്ചും തെറ്റായി ചിന്തിക്കുന്നവരാണ്. അവർ സ്തോത്രത്തോടുകൂടെ അല്ല അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചത്, പിറുപിറുപ്പോടുകൂടെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരപ്പെടരുത്. അഥവാ വിചാരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവത്തോട് അറിയിക്കണം. നമ്മൾ തെറ്റായി പഠിക്കുകയും നമ്മുടെ ഉള്ളിൽ ശക്തിയായി കയറിയിരിക്കുന്നൊരു ചിന്ത, നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം തരുമെന്നാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, തന്നില്ലെങ്കിൽ ഉപവസിക്കും, ഉപവസിച്ചിട്ട് തന്നില്ലെങ്കിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അതൊക്കെ നമ്മൾ തിയോളജിയാക്കി മാറ്റി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കലാണ് പ്രാർത്ഥന. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ വളച്ചു കൊണ്ടുവരലല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് സ്വതവേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാൻ പറ്റത്തില്ല. അതിന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കലാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരലല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്, ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം തരുമെന്നാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, കർത്താവിൽ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആർക്കാണ് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുന്നത്? കർത്താവിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക്. ഈ കർത്താവിൽ രസിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നതെന്ന് അറിയണമെങ്കിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, യേശു പഠിപ്പിച്ച പ്രാർത്ഥന ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പൗലോസ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. അപ്പോഴറിയാം നമ്മുടെ പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന തമ്മിലുള്ള വ്യത്യാസം എന്താണ്. കർത്താവിൽ രസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അവൻ്റേതായ അഭിലാഷങ്ങളില്ല. അങ്ങനെയുള്ളവൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ കൊടുക്കാൻ ദൈവത്തിന് മടിയില്ല. കാര്യം അവൻ ചോദിക്കുന്നതും ദൈവത്തിൻ്റെ ആഗ്രഹവും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. അറിയിക്കുമ്പോൾ എന്ത് സംഭവിക്കും?
7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചോദിച്ചത് എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങൾ. കർത്താവ് തന്നതെന്താണ്? സമാധാനം. എപ്പോഴാണ് സമാധാനം പോയത്? എൻ്റെ ഉള്ളിൽ ഒരാവശ്യമുണ്ടാകുകയും ആ ആവശ്യം എനിക്ക് നിർബന്ധപൂർവമായി വേണമെന്ന് തോന്നിയപ്പോഴാണ് എൻ്റെ സമാധാനം പോയത്. അപ്പോഴാണ് എൻ്റെ സമാധാനം പോയത്. എനിക്കത് കിട്ടിയേ തീരൂ. ഇങ്ങനെ പറയാറുണ്ട്, ഒരു നല്ല പന്നിയെയും ഒരു ചീത്ത കുട്ടിയെയും കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ചോദിക്കുന്നതൊക്കെ കൊടുത്താൽ മതി. നല്ല പന്നിയെ കിട്ടാൻ അതിന് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ തിന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല വീർത്ത് നല്ല മുഴുത്ത പന്നിയാകും, കുറേ പൈസയും കിട്ടും അത് വിൽക്കുന്ന സമയത്ത്. അതുപോലൊരു ചീത്ത കുട്ടിയെ കിട്ടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ കൊച്ചു ചോദിക്കുന്നതൊക്കെ കൊടുത്താൽ മതി. അത് നമ്മുടെ കാര്യത്തിൽ ബാധകമല്ലേ? നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം തന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ ചോദിച്ച എത്രയോ കാര്യങ്ങൾ നിരാകരിച്ചു ദൈവം. ആ സമയത്ത് എനിക്ക് ദേഷ്യം തോന്നി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവമാണ് ശരി, ദൈവം മാത്രമാണ് ശരി, ദൈവമാണ് എപ്പോഴും ശരി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന സമാധാനമാണ്. സമാധാനം മനസ്സിൽ നിന്ന് പോയപ്പോഴാണ് അത് കിട്ടിയെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് തോന്നിയത്. എനിക്കാവശ്യം ഞാൻ പ്രാർത്ഥിച്ച വിഷയം കിട്ടലല്ല, എനിക്കാവശ്യം സമാധാനമാണ്. ഈ സമാധാനം എന്ത് ചെയ്യുന്നുവെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തേശുവിൽ സംരക്ഷിക്കും. യെശയ്യാവ് 26:3 വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ആ സ്ഥിരമാനസൻ, മനസ്സ് ചഞ്ചലപ്പെടാത്തവൻ, മനസ്സ് പതറിപ്പോകാത്തവൻ, അവനെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സമാധാനം നഷ്ടപ്പെടുന്നത് വേറെ ആരുടെയും സംഭാവനയല്ല. നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ഭാര്യ വന്നപ്പോൾ, എൻ്റെ ഭർത്താവ് വന്നപ്പോൾ, എൻ്റെ അയൽക്കാരൻ വന്നപ്പോൾ, എൻ്റെ സ്നേഹിതൻ വന്നപ്പോൾ എൻ്റെ സമാധാനം പോയി എന്നാണ്. ആർക്കും നിങ്ങളുടെ സമാധാനം എടുത്തു കളയാൻ കഴിയുകയില്ല. സമാധാനം നഷ്ടപ്പെടുന്നത് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് സംഗീതക്കാരൻ പറയുന്നത്, പർവ്വതങ്ങൾ ഇളകി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഒരു സൈന്യമെൻ്റെ നേരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. അതേസമയം ഈ കാര്യങ്ങളൊക്കെ വേറെ ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അയാളുടെ സമാധാനം പോകുന്നു. അപ്പോൾ സമാധാനം പോകുന്നതും സമാധാനം വരുന്നതും കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് സമാധാനം പോയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അതുകൂടെ ഉണ്ടെങ്കിലേ, എനിക്ക് ആ വീസ കിട്ടിയെങ്കിലേ, എനിക്ക് അമേരിക്കയിൽ പോയാലേ കാര്യം നടക്കൂ, എനിക്ക് ആ മിനിസ്റ്റർ കിട്ടിയാലേ പറ്റൂ, എനിക്ക് കോൺഗ്രസ് ഗവൺമെൻറ്റോ അതുപോലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇന്ത്യയിൽ സുവിശേഷീകരണം ചെയ്യാൻ പറ്റൂ. BJP ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ എനിക്ക് സുവിശേഷ വില ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ എന്താ പറയുന്നറിയുമോ? എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്, പക്ഷെ അത്ര പോരാ. BJP ഗവൺമെൻറ് വന്നാൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ് ആണെങ്കിൽ പിടിച്ചു നിൽക്കാം. ദൈവത്തെ അപമാനിക്കലാണ്, ദൈവത്തെ നിന്ദിക്കലാണ്. ദൈവത്തിന് BJP ഗവൺമെൻറ് വിഷയമുണ്ടോ? ദൈവത്തിന് കോൺഗ്രസ് ഗവൺമെൻറ് വിഷയമുണ്ടോ? ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിച്ചുവിടുന്നു. നമ്മുടെ ദൈവം സർവശക്തനല്ലേ? പിന്നെ BJP ഗവൺമെൻറ് വന്നപ്പോൾ നമുക്ക് പഴയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം പറഞ്ഞു നമ്മുടെ സ്പീഡൊന്ന് കുറയ്ക്കാൻ, നമ്മൾ വല്ലാതെ ഓടുകയായിരുന്നു. ദൈവത്തിനറിയാം ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത മരത്തിലിടിച്ച് വണ്ടി പറയും. അതുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, ജാതീയ രാജാക്കന്മാരെ ദൈവം തൻ്റെ ദാസന്മാരായി ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ ദൈവം BJP ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും ദൈവത്തിന് വിചാരമില്ല. കാരണം ദൈവം സർവജ്ഞാനിയാണ്.
ദൈവം സർവശക്തനാണ്, ദൈവത്തിനെല്ലാം കഴിയും. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് സമാധാനമാണ്. ആ സമാധാനം ക്രിസ്തയേശുവിൽ നമ്മെ കാക്കും. ആ വാക്കൊന്ന് വളരെ ശ്രദ്ധിക്കണം. പല ദൈവദാസന്മാരും അവർക്ക് വിദേശങ്ങളിൽ പ്രസംഗിക്കാനോ മീറ്റിങ്ങുകൾക്കോ ക്ഷണമുണ്ടാകും. ഞാനും യാത്ര ചെയ്ത ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയിൽ വിളിച്ചാലും ഇംഗ്ലണ്ടിൽ വിളിച്ചാലും ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് വ്യക്തമായി അറിയണം. എന്നെ പണം പ്രലോഭിപ്പിച്ച് എന്നെ അവിടെ കൊണ്ടുപോകരുത്. എന്തിനാണ് നമുക്ക് ഇത്ര അധികം പണം? അമേരിക്കയിൽ ദൈവം അയച്ചിട്ട് മാത്രമാണോ ദൈവത്തിന് കുറച്ച് പണം നമുക്ക് തരാൻ കഴിയൂ? എന്നാൽ ദൈവം അയച്ചാൽ നമ്മൾ പോകണം, തീർച്ചയാണ്. എന്നാൽ ദൈവം അയക്കാതെ എനിക്ക് ജഡത്തിൽ താല്പര്യമുണ്ടായിട്ട് ഞാൻ വീസയ്ക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. ഞാൻ എന്തിനിത്ര ഭാരപ്പെടുന്നേ? ഞാൻ അമേരിക്കൻ കോൺസുലേറ്റിൽ പോയി, അവർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അമേരിക്ക പോയാലും സ്തോത്രം, പോയില്ലെങ്കിലും സ്തോത്രം. ദൈവം തൻ്റെ പദ്ധതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ്, എനിക്ക് അമേരിക്കയിൽ പോയേ പറ്റൂ എന്നുള്ള ചിന്തയുണ്ടായി എൻ്റെ സമാധാനം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നുണ പറയും, പിന്നെ ഞാൻ വേണ്ടാധീനങ്ങളെല്ലാം ചെയ്യും. സമാധാനം പോയി. ക്രിസ്തയേശുവിൽ കാക്കപ്പെടത്തില്ല. ക്രിസ്തയേശുവിലുള്ള സംരക്ഷണം പോയി. പിന്നെ പല പല പരിപാടികൾ ചെയ്യും. അതാണ്, നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ ആ സമാധാനം നിങ്ങളെ ക്രിസ്തയേശുവിൽ കാക്കും. ക്രിസ്തയേശുവിൽ ഏകാഗ്രതയോടെ ഇരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പലവിധ ചിന്തകൾ വന്ന് ഭയപ്പെടുത്തും. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠനം അവസാനിപ്പിക്കുക. പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളെ പറയാം, തീർച്ചയായിട്ടും പറയാം. അതാണ് നമ്മളിവിടെ കണ്ടത്. വിചാരപ്പെടാതെ അപേക്ഷിപ്പിൻ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കാം. എസ്ര പ്രാർത്ഥിച്ചത് ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന്, തനിക്കും കുഞ്ഞുകുട്ടികൾക്കും ഒക്കെ ബാബിലോണിൽ നിന്ന് അവർ ഇസ്രായേലിലേക്ക് വരികയാണ്, ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാം, ഇതൊന്നും തെറ്റല്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന നോക്കിയാൽ അറിയാം ഞാൻ ആത്മീകനാണോ ജഡികനാണോ എന്ന്. ഏറ്റവും നല്ല ടെസ്റ്റ് അവൻ്റെ പ്രാർത്ഥനാ വിഷയം നോക്കിയാൽ മതി. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം ഒത്ത നടുക്കിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളാണോ ദൈവത്തിൻ്റെ ആവശ്യങ്ങളാണോ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ആദ്യത്തെ വാക്ക് എന്താണെന്നറിയാമോ? മനുഷ്യർ സ്വസ്നേഹികളാകും. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്ന് മനുഷ്യനുണ്ടാകുന്ന ഷിഫ്റ്റാണ്. എന്താണ്? എല്ലാ കാലത്തും സ്വസ്നേഹമുണ്ട്, പക്ഷേ ഈ കാലഘട്ടത്തിലുള്ള സ്വസ്നേഹം കുറച്ച് കൂടുതലാണ്. മനുഷ്യർ സ്വസ്നേഹികളാകും. അവൻ്റെ പ്രാർത്ഥനാ വിഷയം, അവൻ്റെ ആവശ്യങ്ങൾ, അവൻ എന്തിന് പ്രസംഗിക്കുന്നു, അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ജീവിതം മുഴുവൻ അവൻ്റെ ആവശ്യങ്ങളും, അവൻ്റെ ആത്മീയത മുഴുവൻ അവൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള ദൈവത്തിലുള്ള ആശ്രയവുമാണ് അവൻ്റെ ആത്മീയത. നമ്മൾ പറഞ്ഞു, പ്രാർത്ഥനയിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒത്ത നടുക്കിരിക്കുന്നത് മകൻ്റെ വിദ്യാഭ്യാസമാണോ, മകൻ്റെ ജോലിയാണോ, നിങ്ങളുടെ വീട് പണിയാണോ, നിങ്ങളുടെ വാഹനം മേടിക്കലാണോ? എന്താണ് വിഷയം? യെശയ്യാവ് 62 6-7 വാക്യങ്ങൾ. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും അരുത്. ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനക്കാരെ കുറിച്ച് പറയുകയാണ്. കാവൽക്കാർ, ദേശത്തെ സംരക്ഷിക്കുന്നവർ, ദേശത്തിന് വരുന്ന വിപത്ത് വിളിച്ചു പറയുന്നവർ, കാവൽക്കാർ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, അതിനു ചുറ്റും മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് അവരുടെ ഇടയിൽ ഒരു പുരുഷനെ അന്വേഷിച്ചു. ദൈവം വേദനയോടെ പറയാണ്, ആരെയും കണ്ടെത്തിയില്ല. ഇവിടെ കാവൽക്കാരെ കുറിച്ച് പറയുകയാണ്. കാവൽക്കാർ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ടവരാണ്. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവരുടെ സ്വഭാവ സവിശേഷത, അവർ രാവോ പകലോ മിണ്ടാതിരിക്കുകയില്ല.
അവരെപ്പോഴും എന്താണ് ചെയ്യുന്നത്? അവർ ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തെ ഓർമ്മിപ്പിക്കാൻ ദൈവം എന്താ മറന്നു പോകുന്നവനാണോ? അല്ല, ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. ദൈവത്തിന് ഓർമ്മ നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, മറിച്ച് ഭൂമിയിലായിരിക്കുന്ന ഞാൻ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് ദൈവത്തെ ഓർമ്മിപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റർസെസറി പ്രെയർ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ദൈവം നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ ട്രൈബൽസിൻ്റെ ഇടയിൽ, ആ പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ഇടയിൽ അയച്ചിരിക്കുന്നത് 40 വർഷം, 50 വർഷം, 60 വർഷം ആ ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയാനാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്നുകിൽ ആ ജനവിഭാഗം അവർ മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ ആ പ്രാർത്ഥന അന്ത്യനാളിൽ അവർക്ക് ന്യായവിധിക്ക് കാരണമായി തീരും. 2 വിധത്തിലും പ്രാർത്ഥന നഷ്ടമല്ല, ദൈവത്തിന് പ്രയോജനമുള്ള കാര്യമാണ്. ദൈവം നമ്മെ മതിലുകളിലാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാ മതിലാക്കി വെച്ചിരിക്കുന്നത്? 2 കാര്യങ്ങൾ. അവർക്ക് ഓർമ്മപ്പെടുത്തലുകളെ കൊടുക്കുന്നു, ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു. അവർ രാവോ പകലോ വിശ്രമിക്കുകയില്ല. എന്താണ് അവരുടെ പ്രാർത്ഥനാ വിഷയം? യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തണേ, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കണമേ. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിന് പ്രത്യേകതയൊന്നുമില്ല. അക്ഷരികമായ യെരുശലേമല്ല ഇവിടുത്തെ വിഷയം. ദൈവത്തിൻ്റെ സഭ, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ജനങ്ങൾ. ഇന്ന് നമുക്കറിയാം, സഭയ്ക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ ദൈവജനങ്ങളുടെ ജീവിതം നോക്കിയാൽ ദൈവത്തിന് മഹത്വം കിട്ടുന്ന വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഒരു ഭാഗത്ത് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ മലിനമാക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, അശുദ്ധമാക്കപ്പെടുന്നു. എന്നാൽ നമുക്കാവശ്യം ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹം എഴുന്നേൽക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന ദേശത്ത് അതുവരെയും അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുന്നതുവരെയും അവന് സ്വസ്ഥത കൊടുക്കരുത്. അവിടെയാണ് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യത്തോടെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ. കൊച്ചിൻ്റെ എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ അല്ല. ഒറ്റ കാര്യം. എന്ത്? കർത്താവേ, ഈ ജനങ്ങളെ അങ്ങ് രക്ഷിക്കണമേ. ഈ ജനങ്ങളെ അങ്ങ് രക്ഷിക്കാതെ ഞാനങ്ങ് വിടുകയില്ല. യാബോക്കിൻ്റെ കടവിൽ വെച്ച് യാക്കോബ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കണേ. എന്താ അനുഗ്രഹം? പണമാണോ? എന്താ? കുഴിച്ചു മൂടാൻ പറ്റുന്ന വിധത്തിൽ പണമുള്ളവനാണ് യാക്കോബ്. അന്ന് ഒരുപാട് സ്വത്തുണ്ട്. അപ്പം തീർച്ചയായിട്ടും പിന്നെയും ചോദിക്കുന്നത് സ്വത്തിന് വേണ്ടിയല്ല. അവൻ മടങ്ങി വരികയാണ്. അവനിപ്പോഴാവശ്യം ഭൗതികമായ കാര്യങ്ങളല്ല, അവനാവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവെ, സ്വർഗത്തിലെ അനുഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ കേൾക്കാൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, സന്തോഷമുള്ളവനായിരിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഉള്ള അപേക്ഷയാണ് അത്. നിങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോഴറിയാം നമ്മുടെ മനസ്സിൽ എന്താണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. നമ്മളെപ്പോഴും ഈ ജഡീക കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന വിഷയം അതാണ്. പിന്നെ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ആത്മീയം കിടക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ ആത്മീയം കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ദർശനം അതുപോലെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെ മണിക്കൂറുകൾ ഈ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? നമ്മളെ ഒരുപാട് കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കളും നമ്മളെ വഞ്ചിച്ചു. സാത്താൻ തട്ടിയെടുത്തു. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വെച്ച് മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റി, എൻ്റെ ഒരു സ്നേഹിതനാണെന്ന് ക്ലാസ് എടുക്കുന്നത്, അപ്പോൾ ചോദിച്ചു, ബ്രദറെ, എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല,
അപ്പോൾ പിശാച് തടഞ്ഞു വെച്ചേക്കുകയാണ് എന്നാരോ പറഞ്ഞു. അപ്പോൾ ഇയാൾ എടുത്തു ചോദിച്ചു, നിൻ്റെ മോളുടെ കല്യാണം തടഞ്ഞു വെച്ചിട്ട് പിശാചിന് എന്ത് കിട്ടാൻ? അതൊക്കെയാണോ വിഷയം? അതൊക്കെ അതാത് സമയത്ത് നടക്കും. ഈ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ 24 മണിക്കൂർ ഉപവാസവും പ്രാർത്ഥന. എന്താണ്? മോളുടെ കല്യാണത്തിന് മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റണേ, തടസ്സങ്ങളെ മാറ്റണേ, തടസ്സങ്ങളെ മാറ്റണേ. 3 ദിവസം ഉപവാസമാണ്. ഇങ്ങനെ ഭൗതികതയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കത്തക്ക വിധത്തിൽ നമ്മളെ പഠിപ്പിച്ചു. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കിയില്ല. പിശാചിന് നിങ്ങളുടെ മേൽ അവകാശം പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പാപം. അല്ലാതെ പിശാചിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. എനിക്കറിയാവുന്നൊരു ആൻറ്റിക്ക് വലിയ പ്രശ്നമാണ്. വീട്ടിൽ ഒരു പൂവ് കിടന്ന്, അടുത്ത വീട്ടിലെ ചെടിയിൽ നിന്ന് പറന്നു വന്ന് വീണ പൂവാണെങ്കിലും ആൻറ്റിക്ക് പേടിയാണ്. അയ്യോ ബിജു, ദേ അവിടെ ഒരു പൂ കിടക്കുന്നു ബിജു, പൂ കിടന്നോട്ടെ, പിന്നെ ഞാൻ ചെന്ന് അത് എടുത്ത് കളയും. മൊത്തം പേടിയാണ്, ജീവിതം മുഴുവൻ അസ്വസ്ഥതയാണ്. പിശാചിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കണമോ അത് മനസ്സിലാക്കാതെ പിശാചിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളൊക്കെ ആളുകൾ പഠിപ്പിക്കുകയും അത് നമ്മൾ വിശ്വസിച്ചിട്ട് ഇപ്പം നമ്മുടെ മുൻപിൽ ദൈവമല്ല വലുത്, പിശാചാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ. ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനെ കുറിച്ച് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം. അവിടെ മോശയെക്കുറിച്ച് കാണുന്നു. ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ് മോശ പറഞ്ഞ ചില വാക്കുകളൊക്കെ കേട്ടാൽ നമുക്ക് പേടി തോന്നും. മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൈവം വേറൊരു ഭാഗത്തും പാപികളായ മനുഷ്യർ വേറൊരു ഭാഗത്തുമാണ്. അപ്പം നമ്മെ ദൈവം അവരുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. നിന്റെ ജനം യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവരുടെ പാപം അവൻ്റെ മേലാക്കി, നമ്മുടെ പാപം അവൻ്റെ മേലാക്കി. അതുപോലെ ദൈവം മധ്യസ്ഥ പ്രാർത്ഥന അടയ്ക്കുമ്പോൾ അവനെ ആ കൂട്ടത്തിൽ പെടുത്തും. അവൻ്റെ ജനമാണത്. ആരുടെ? ആ മധ്യസ്ഥ അടയ്ക്കുന്നവൻ്റെ ജനമാണ്, ദർഭംഗിയിലുള്ള ജനങ്ങൾ. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ദർഭംഗിയിലുള്ള ജനങ്ങൾ തെറ്റിപ്പോയതല്ല, കർത്താവ് ഞങ്ങൾ തെറ്റിപ്പോയി. ദാനിയേലിൻ്റെ പ്രാർത്ഥന പഠിക്കുക, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന പഠിക്കുക. അവിടെയൊക്കെ അവർ പറയുന്നത്, അവരൊക്കെ ഭക്തന്മാരാണ്, അവർ പറയുന്നത് ദൈവം ഇസ്രായേൽ ജനങ്ങൾ തെറ്റിയെന്നല്ല, ഞങ്ങൾ തെറ്റിപ്പോയി. അത് ഈ ഐഡൻറ്റിഫിക്കേഷനാണ്, താതാത്മ്യപ്പെടുത്തലാണ്. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് നമ്മളെ ചേർക്കും, അവരിൽ ഒരാളായി നമ്മളെ മാറ്റും. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ തെറ്റിപ്പോയി കർത്താവേ, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു കർത്താവേ, ഞങ്ങൾ ഹൃദയകാഠിന്യമുള്ളവരാണ് കർത്താവേ. അങ്ങനെ മോശയുടെ കാര്യത്തിൽ സംഭവിച്ചു. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, വളരെ വഷളത്വം ചെയ്തു. എന്താണ്? അവർ ഒരു വിഗ്രഹമുണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. ആ സമയത്ത് മോശ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ കൂടെയാണ്. ദൈവം പറയുന്ന വാക്ക് ഒന്ന് വായിക്കാം. 32:7 വായിക്കാമോ? അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ആരുടെ ജനം? നിന്റെ ജനം. ഇത് മോശയുടെ ജനമാണോ? അല്ല. പല ഭാഗത്തും ദൈവം പറയുന്നുണ്ട് എൻ്റെ ജനം. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ രംഗം മാറി. അപ്പോൾ മോശയെ അവരോടുകൂടെ ചേർക്കുകയാണ്. മോശ കുറ്റക്കാരനല്ല, മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ പർവ്വതത്തിലാണ്. അപ്പോൾ ദൈവം പറയാണ്, നിന്റെ ജനം പാപം ചെയ്തു. 10-ാമത്തെ വാക്യം. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ഇത് വായിച്ചാൽ ശരിയായി നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മൾ ചിരിച്ചു പോകും. ഇപ്പോൾ ദൈവവും മോശയും പർവ്വതത്തിലാണ്. താഴെ നടക്കുന്ന കാര്യമൊന്നും മോശ അറിഞ്ഞില്ല. അപ്പം യഹോവയായ ദൈവം ചെന്ന് മോശയെ വിളിച്ച് പറയാണ്, നീ അറിഞ്ഞോ താഴത്തെ കാര്യങ്ങൾ? അവരെ വിഗ്രഹമുണ്ടാക്കി അവരെ തന്നെ വഷളാക്കി. എന്നിട്ട് ദൈവം പറയാണ്, എന്നെ വിട്. അതായത് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ അടി ഉണ്ടാകുന്ന സമയത്ത് എതിർപക്ഷത്തുള്ളവന് ശക്തി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവനെ ചെന്ന് അടിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയും, എടാ എന്നെ വിട്, ആരും പിടിച്ചിട്ടില്ല. അതിനുമ്പ് പറയാം വിട്. ഇവിടെ മോശ ദൈവത്തെ പിടിച്ചിട്ടില്ലല്ലോ. ദൈവം പറയുന്നത്, മോശ എന്നെ കയറി ഒന്ന് പിടിക്കും മോശ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ നീതിയിൽ പാപം ചെയ്ത ജനത്തെ നശിപ്പിക്കണം, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പാപം ചെയ്ത ജനത്തെ രക്ഷിക്കണം. ഇതിനിടയിൽ ഇടിവിൽ നിൽക്കാനൊരു മനുഷ്യൻ വേണം. ദൈവത്തിന്
അനീതിയായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന് പാപം ചെയ്ത ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് വേണം. അതുകൊണ്ട് ദൈവം മോശയോട് പറയാണ്, മോശേ എന്നെ കയറി ഒന്ന് പിടിക്ക്, അല്ലെങ്കിൽ ഞാൻ അവരെ പോയി നശിപ്പിക്കും. അപ്പോൾ മോശ യഹോവയെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. എന്താ ഓർമ്മിപ്പിച്ചത്? 11-ാമത്തെ വാക്യം. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നതെന്ത്? അടുത്ത വാക്യം കൂടെ. മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ കോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കണമേ. അടുത്ത വാക്യം കൂടി വായിക്കാം, 13 വായിക്കാം. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. യഹോവയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ നിന്നിട്ട് ദൈവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, അങ്ങ് ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്തം അങ്ങ് മാറ്റരുത്. ഒരു ഭക്തനായ മനുഷ്യൻ സ്കോട്ട്ലാൻഡിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: സ്കോട്ട്ലാൻഡിനെ എനിക്ക് തരണമേ, അല്ലെങ്കിൽ എൻ്റെ ജീവനെ എടുക്കണമേ. മോശയും അവിടെ പറയുന്നുണ്ട്, നീ അവരെ നശിപ്പിക്കുന്നെങ്കിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചോ. അപ്പോൾ ഇപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ദൈവം മോശയെ അവരുടെ പക്ഷത്താക്കി. മോശ അതിനോട് ഐഡൻറ്റിഫൈ ചെയ്തു. മോശ പറയുകയാണ്, ഇത് എൻ്റെ ജനങ്ങളാണ്, കർത്താവ് ഇവരെ നശിപ്പിക്കരുത്, നീ പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ. അങ്ങനെ യഹോവയെ ഓർമ്മിപ്പിച്ചപ്പോൾ 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. ഇതാണ് ഒരു വിശ്വാസിക്ക്, ഒരു പാസ്റ്ററിന് വേണ്ട പ്രാർത്ഥന. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഭൗതിക ആവശ്യങ്ങളൊന്നും പറയരുതെന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള വേദന, എൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായതൊക്കെയാണോ കർത്താവിൻ്റെ വലിയ വേദന? ഒരിക്കൽ എനിക്ക് വലിയ ദുഃഖകരമായ അവസ്ഥയുണ്ടായി. ഒരു വീട്ടിലെ ആ വ്യക്തി, അദ്ദേഹം വിദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് യാത്ര അയക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് ഈ പെട്ടി, അതായത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന പെട്ടിയുള്ളൂ, അത് കൊണ്ടുവന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ഞെട്ടിപ്പോയി. മറ്റേ പ്രാർത്ഥന അടുത്ത വരുന്നുണ്ട്. ഏത്? ഇദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രണ്ടാമത്, ആദ്യം ഈ പെട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആ പെട്ടി എവിടെ ഇരിക്കുന്നത് അറിയാമോ? ഹൃദയത്തിൽ. അതിൻ്റെ പേരാണ് വിഗ്രഹാരാധന. മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ അപ്പോൾ ദൈവം തൻ്റെ മനസ്സ് മാറ്റി. ദർബംഗയ്ക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, ബോണ്ടോ ട്രൈബ്സിന് വേണ്ടി എത്ര നാൾ പ്രാർത്ഥിക്കണം എനിക്കറിയില്ല. ജോർജ് മുള്ളറെ കുറിച്ച് കേട്ടത് ഇങ്ങനെയാണ്: ജോർജ് മുള്ളർ തൻ്റെ ഒരു സ്നേഹിതന് വേണ്ടി 40 വർഷം പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. അദ്ദേഹം മാനസാന്തരപ്പെട്ടില്ല. ഒടുവിൽ ജോർജ് മുള്ളറുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ അന്ന് അദ്ദേഹം അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. എത്ര വർഷം പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഒരു തുള്ളി കണ്ണുനീര് നിങ്ങൾ ചിന്തിക്കും, അത് പ്രയോജനമുണ്ടായില്ലെന്ന് ചിന്തിച്ചാൽ പോലും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് സ്വർഗത്തിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്താണ് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ കാതൽ എന്താണ്? കേന്ദ്രം എന്താണ്? 1 തിമോഥെയോസ് 2-ാം അധ്യായം 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒന്നാമതായി, സകല മനുഷ്യർക്കും വേണ്ടി അപേക്ഷയും പ്രാർത്ഥനയും മധ്യസ്ഥതയും സ്തോത്രവും അർപ്പിക്കണമെന്ന് ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുന്നു. നാം ദൈവഭയത്തിലും സത്യസന്ധതയിലും ശാന്തതയും സമാധാനവുമുള്ള ജീവിതം നയിക്കേണ്ടതിന് രാജാക്കന്മാർക്കും സകല അധികാരികൾക്കും വേണ്ടി തന്നെ സകലർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥന, മധ്യസ്ഥത, സ്തോത്രം അർപ്പിക്കണം. പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്, രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? 2 കാര്യങ്ങൾ. 1, അവർ മാനസാന്തരപ്പെടണം. 2, നിനക്ക് അവിടെ ദൈവഭയമുള്ള
സത്യസന്ധതയുള്ള ഒരു ജീവിതം നയിക്കണം. എനിക്കറിയാം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഭരണാധികാരികൾ വളരെ വളരെ മോശമായിട്ട് പെരുമാറുന്നവരാണ്. കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ നടക്കുകയില്ല. എന്നാൽ നിങ്ങൾ ശരിയായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ നടക്കത്തക്ക വിധത്തിൽ ദൈവം പ്രവർത്തിക്കും. ഓർക്കുക, നിങ്ങളുടെ ദൈവം ആരാ? നിങ്ങൾ പറയും നിങ്ങളുടെ പോലീസ് ഓഫീസർ, നിങ്ങളുടെ ജനങ്ങൾ, നിങ്ങളുടെ ദേശത്തുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് ദൈവഭയമുള്ളൊരു ജീവിതം നയിക്കാൻ കഴിയേണ്ടതിന്, സത്യസന്ധതയുള്ള ജീവിതം നയിക്കാൻ കഴിയേണ്ടതിന് രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെയാണ്. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. വളരെ എളുപ്പമല്ലേ? ഒരു കൈക്കൂലി കൊടുത്താൽ 2 വർഷം നടക്കേണ്ട കാര്യം സെക്കൻഡോട് നടന്നു കിട്ടും. സ്വർഗത്തിൽ ദൈവം നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആത്മീയമായിട്ട് ക്ഷീണിക്കുന്നത്? ഇതുപോലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സുഷിരമുണ്ടാക്കുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോകുന്നു. അപ്പം പറയണം, പ്രാർത്ഥിക്കണം. 3-ാമത്തെ വാക്യത്തിൽ അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും സ്വീകാര്യവുമാകുന്നു. ഏത്? മധ്യസ്ഥ പ്രാർത്ഥന. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും സ്വീകാര്യവുമാണ്. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആഗ്രഹമാണോ വലുത്? നിങ്ങളുടെ ആഗ്രഹമാണോ വലുത്? പ്രിയ ദൈവമക്കളെ, നമ്മളിവിടെ വാക്കുകളെ അവസാനിപ്പിക്കുക.